ഈ വണ്ടിനെ കൊണ്ടുള്ള ആകാത്ത പ്രശ്നം യവനെ പോലെ ദുഷ്ടൻ ലോകത്ത് വേറെ ആരുണ്ട്? ഒരര ഇന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവര് ജനങ്ങളുടെ ആവശ്യം കൂടി നടത്തി കൊടുക്കാൻ പറ്റാത്തൊരു സർക്കാരാണിപ്പോൾ. അപ്പോൾ ഇതോടുകൂടി എനിക്ക് തോന്നുന്നത് ഈ അതായത് പിണറായി എന്നുള്ളൊരു ആ വാക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസ് അസ്തമിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ VS അച്യുതാനന്ദനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വലിയൊരു ശക്തമായ തീരുമാനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അപ്പോഴേ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതേ വടക്കുവണ്ണം റോഡ് കടയാണ്. നമ്മളെ സ്വന്തം മണ്ണാർക്കാടിൻ്റെ വടക്കുവണ്ണം റോഡ് കട. അപ്പോൾ ഇവിടെ നിറയെ കുഴികളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചപ്പോഴും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എഴുതിയിട്ടാണ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് എഴുതിയിട്ട് വന്നതാണ്. ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നാട് എത്രത്തോളം പിന്നോട്ട് പോവുകയാണെന്നുള്ളത്. പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യത്തിൽ ഇവിടെയൊക്കെ കുഴികൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിവിടെ എത്ര ഉദ്യോഗസ്ഥന്മാർ തലങ്ങും വിലങ്ങും പോണതാണ്. ഇവിടെ നിരവധി വാഹനങ്ങൾ ഇതിവിടെ പോകുന്നുണ്ട്, ബസ്, എല്ലാവരും. അപ്പോൾ ഇതൊന്നും നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കല്ലും വാഴയൊക്കെ റോഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നമ്മുടെ പൊതുമരാമത്തിൻ്റെ നെഞ്ഞത്താണ് അത് വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത് ഇനി ഒരിക്കലും പൊങ്ങി വരരുത്, അങ്ങനത്തെ ഒരു എന്താ ഭരണം പൊങ്ങി വരരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി മാർക്കറ്റ് എത്തി. നമ്മളൊക്കെ എടുക്കണ ഒരുപാട് വട്ടം പോയതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് ഇല്ല. എന്നാലും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്, വിപ്ലവ നായകനെ അസ്തമിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഇനി ശരിക്കും പറഞ്ഞാൽ VS അച്യുതാനന്ദനെ എങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വലിയൊരു ശക്തമായ തീരുമാനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ മൂപ്പര് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചില ആൾക്കാർക്ക് അത് സഹിച്ചിട്ടില്ല. ഇന്നിപ്പോൾ കൂടുതലും വാർത്താമാധ്യമങ്ങൾ VS അച്യുതാനന്ദൻ്റെ മരണത്തിൻ്റെ കാഴ്ചയിലേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിന് നാട് കൊടുക്കുന്ന വലിയൊരു യാത്ര, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ഇതായിട്ടുള്ള, അതായത് CPIMൻ്റെ പാർട്ടി എന്നത് ബേസിലല്ല ആരും കാണുന്നത്, അദ്ദേഹത്തോടുള്ള ഒരു നന്ദി സൂചകമായിട്ടായിരുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ
നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സഹായിച്ചവരെ തന്നെ തള്ളിപ്പറയും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും കാലം ഒരു മറുപടി നൽകും, ശക്തമായ ഒരു മറുപടി. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇടതുവശത്തേക്കാണ്. അപ്പോൾ ഈ റോഡിൽ നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിയുമ്പോൾ പരമാവധി ഇൻഡിക്കേറ്റർ ഇടാൻ മടിക്കരുത്. കാരണം അത് ബാക്കിൽ വരുന്നതിന് എങ്ങനെയൊന്നും അറിയില്ല. പിന്നെ പറയണത് മൊത്തത്തിൽ പിണറായിയെ കുറിച്ച് മാത്രം കേട്ടോ. കാരണം എന്തോ ഒരു കടൽ കാണാൻ ഒരു കുട്ടി പോയി. ആ കുട്ടി തിരമാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചപ്പോൾ ആ കുട്ടി വെള്ളത്തിനോട് ചോദിക്കുക എന്താ തിരമാല അടിക്കാത്ത. അപ്പോൾ ആ വെള്ളം പറയാണ് എന്താ പോണു വേറൊരു ആ കടലിലെ വെള്ളം പറയാണ് എനിക്ക് കടലിൻ്റെ ആഴങ്ങളിൽ ചെന്നാൽ മാത്രമാണ് എനിക്ക് തിരമാല ഉണ്ടാകൂ. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ശരിക്കും നമ്മൾ കണ്ടത്. പക്ഷേ വേറെന്ന് പറയട്ടെ, നമ്മുടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടികളിൽ ഏറ്റവും മുന്നിൽ നിന്നത് എന്താ പറയുക, അത് ആദ്യത്തെ കേട്ടോ, ഇപ്പത്തല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആയിരുന്നു തീർച്ചയായിട്ടും. രണ്ടാമത്തെ വന്നത് UDF ആയിരുന്നു. മൂന്നാമത്തേന് സ്ഥാനമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കേരള ചരിത്രത്തിൽ ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു വരാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ VD സതീശനായിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷാഫി പറമ്പിലാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അപൂർവം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ജനങ്ങളോടുള്ള ആ ഒരു ഇത്. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം. ഞാനപ്പോൾ ഇതിന് ഓയിൽ വാങ്ങാം, നിങ്ങൾ കേട്ടാൽ മതി. ഈ വണ്ടിനെ കൊണ്ട് ആകാൻ പറ്റുന്നത് ഓരോ മണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അവിടുത്തെ ജനങ്ങളുടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും നല്ലതുപോലെ മനസ്സിലാക്കി അവരുടെ യാതനയ്ക്കും ക്ലേശങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി അവരോടൊപ്പം നിന്ന് എല്ലാ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും അഭിമുഖീകരിച്ച് ആ പൊതുജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുന്നതിന് വേണ്ടി അവസാനം വരെ പോരാടുന്നവൻ എന്ന നിലയിലാണ് നാം ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. വിപ്ലവ കേരളത്തിന്റെ വീരപുത്രൻ പുന്നപ്ര സമരനായകൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് LDFന്റെ നേതൃത്വത്തിലുള്ള മൗനജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്.
മരിച്ചുപോയി. വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങള് അത് ഒന്നാമത് ഇഷ്ടമില്ലാണ്ടല്ല, നമ്മള് പുതിയ കാലത്തുള്ള ആ രാഷ്ട്രീയം കമ്മ്യൂണിസം വന്നപ്പോൾ പ്രത്യേകിച്ച് വെറുപ്പ് തോന്നാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാം. നമ്മൾ ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളതില്ലാന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇനി നമുക്ക് ഇപ്പോൾ പൊതുവേ ഉള്ളവർ ഇന്നലെ ഒരു മൗന പ്രചാരണങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെന്നുള്ളത് നമ്മളെ കണ്ടിട്ടുണ്ടാവും. കാരണം മരിച്ചു പോയത്, നമ്മുടെ വിട്ടുപിരിഞ്ഞത് സഖാവ് VS അച്യുതാനന്ദനാണ്. പക്ഷേ ഏട്ടാ ഒന്ന് പോയിക്കാളി ഏട്ടാ. അപ്പോ പിന്നെ വിട്ടുപോയത് VS അച്യുതാനന്ദനാണ്. മൗനജാഥയിലുള്ള പ്രചരണം എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് കേൾപ്പിച്ചിരുന്നുണ്ട്. അപ്പൊ പിണറായി വിജയന് ആദരാഞ്ജലികൾ എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ട്രോളാണ് അതിനെക്കുറിച്ചിട്ട്. മറ്റുള്ള പാർട്ടിക്കാരനാണ്, ഇപ്പൊ അതിനിടയിലുള്ള പാർട്ടിക്കാരുണ്ടോന്ന് അറിയില്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ മടുത്തുപോയി എന്ന് പറയാം, വെറുത്തുപോയി ഇതുപോലുള്ളൊരു ഭരണം. കാരണം ഇത്രയും ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിനെ പിന്നെ എന്താ പറയുക, ഒരു വേണ്ടാത്ത രീതിയിൽ പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും ഒരു ജനങ്ങളും അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നേ പറയുള്ളൂ. അതേമാതിരി EK നായനാരുണ്ടായിരുന്നു, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ നല്ല എന്താ പറയുക സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി നോക്കിയിട്ടല്ല ആരും അവിടെ ജാഥ വിളിച്ചിരുന്നത്, പ്രകടനം ഉണ്ടാക്കിയിരുന്നത്, സമരം ചെയ്തിരുന്നത് ഒക്കെ ആവശ്യങ്ങൾക്കായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവർ ജനങ്ങളുടെ ആവശ്യം കൂടി നടത്തി കൊടുക്കാൻ പറ്റാത്തൊരു സർക്കാരാണിപ്പോൾ. അപ്പോൾ ഇതോടുകൂടി എനിക്ക് തോന്നുന്നത് ഈ പിന്നെ അതായത് എന്താ പിണറായി എന്നുള്ളൊരു ആ വാക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. നമ്മൾ അതൊക്കെ ഇപ്പം കൂടുതലും പിന്നെ എന്താ പറയുക ഈ നെറ്റിൽ വരുന്നത്, നമ്മൾ എന്ത് ചെയ്താലും അത് അവിടെ റെക്കോർഡ് ചെയ്യും. അത് വാക്കുകളായാലും വീഡിയോ ആയാലും എന്താണെങ്കിലും അവിടെ അത് റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ ആളുകൾ എത്രത്തോളം അത് പോസിറ്റീവ് ആക്കണോ നെഗറ്റീവ് ആക്കണോ അതിനനുസരിച്ചിരിക്കും അവരുടെ ഓരോ എന്താ പറയുക ഓരോ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇതോടുകൂടി ഏകദേശം നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. നിൽക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലുള്ളൊരു വൃത്തികെട്ട ഭരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പാൻ്റ് എവിടേക്കാ? ആരെയാണ് പേടിക്കുന്നത് മൂപ്പര്? ജനങ്ങളെ പേടിച്ചിട്ടാണോ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്? ജനങ്ങളെ പേടിക്കാതല്ലേ യാത്ര ചെയ്യേണ്ടത്? ജനങ്ങളല്ലേ അവർക്ക് കാവല്? ഈ ജനങ്ങളെ പേടിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? അതിപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞു, കറുത്ത കൊടി കാണുന്ന മൂപ്പർക്ക് ഭയങ്കര ദേഷ്യമാണ്, കറുത്ത കൊടി കാണാൻ പാടില്ല, അങ്ങനെ പലതുണ്ട് മൂപ്പർക്ക്. ഈ നാട് നന്നാവില്ല, ഈ നാട് ശരിയാവാൻ പോണില്ല. ഇത് മാറുന്നവരെ ഇത് നന്നാവില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ പോലും ജനങ്ങളാൽ തമ്മിൽ തന്നെ ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒക്കെ എന്തൊക്കെ ആലോചിച്ചിട്ട് പോവാണ്. ഒന്നാമത്തെ കാര്യം പറയണ്ടല്ലോ, വിലക്കയറ്റം. പിന്നെ അതേപോലെ പല പല ആവശ്യ വസ്തുക്കളും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
ഒന്നാമത്തത് ഞാൻ പറയട്ടെ, ലോട്ടറിയിൽ പൈസ ഇല്ല. ലോട്ടറി എടുക്കുമ്പോൾ അതിൽ ആൾക്കാരെടുക്കണോ അത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്നു. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എന്താണെന്ന് ഇപ്പോൾ അറിയാം, അതിനും വില കൂട്ടി. ആ വില കൂട്ടുക എന്ന് മാത്രമല്ല, 3 ഇരട്ടിയാണ് കൂട്ടിയത്. ഇതൊക്കെ എവിടെയാണ് എത്തുക? അപ്പോൾ ഇതാണ് പറഞ്ഞത്, ചിരിക്കാനറിയാത്ത ജനങ്ങളുടെ നേരെ പുഞ്ചിരിക്കാനറിയാത്ത ആൾക്ക് വോട്ട് കൊടുത്താൽ ഇതല്ല ഇതിനപ്പുറം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തായാലും പറയാം ബാക്കിയൊക്കെ.